PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാക്സിമം സിലബസ് കവർ ചെയ്യാനായിട്ട് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും 25 മോഡൽ എക്സാമും ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ വഴി PSC അപ്ഡേറ്റ്, PSC ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി റിവിഷൻ ഭാഗത്തു നിന്നും സെക്കൻഡ് റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിനു മുമ്പ് റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിവിഷൻ വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് റിവിഷൻ ഭാഗത്ത് നമ്മൾ തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും അവന്റെ അനുബന്ധ വസ്തുതകളും നോക്കാം. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് കേട്ടോ. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന സംഘടന എന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് എന്ത് ചെയ്ത് വിവരാവകാശ നിയമത്തിന് വേണ്ടി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം വിവരാവകാശ നിയമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് PSC എല്ലാ തവണയും ചോദിക്കാറുണ്ട്. നോക്കിയേ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇനി വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ചോദിക്കുവാണെങ്കിലോ APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവച്ചിട്ടുള്ള എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? അത് APJ അബ്ദുൽ കലാം ആണ്. അപ്പൊ നോക്കിക്കേ, 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. ആരാണ് അതിൽ ഒപ്പുവെക്കുന്നത്? APJ അബ്ദുൽ കലാം ആണ് നമ്മുടെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മൾ എന്തുകൂടി ഓർത്തിരിക്കണം, വിവരാവകാശ നിയമത്തിന് വേണ്ടി പ്രയത്നിച്ച സംഘടന ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? നമ്മുടെ MKSS ആണ്. എന്താണ് MKSSന്റെ ഫുൾ ഫോം? മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണെന്ന് കൂടി ഓർക്കുക. ഇനി ഈ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് എന്തറിയപ്പെടുന്നത്? വിവരാവകാശ നിയമം അറിയപ്പെടുന്നത് കേട്ടോ. എന്തെന്നറിയപ്പെടുന്നു? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ് ഏത്? വിവരാവകാശ നിയമം എന്നുകൂടി ഓർക്കുക. ഇനി വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ്? PB സാവന്ത് ആണ്. PB സാവന്ത് ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് എന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് ചെയ്തത്? വിവരാവകാശ നിയമത്തിന് പിന്നെ പ്രയത്നിച്ച സംഘടന. അപ്പൊ ഇത് എവിടെ ഈ സംഘടന ഉണ്ടായിരുന്നത്? രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ഈ ഒരു സംഘടന പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി, വിവരാവകാശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ചോദിക്കുവാണെങ്കിൽ അത് ആരാണ്? അത് VP സിംഗ് ആണ് കേട്ടോ. VP സിംഗ് ആണ് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ആദ്യമേ വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ചോദിക്കുവാണെങ്കിലോ അത് സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ ആണ് എന്ത് ചെയ്ത് ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പാസ്സാക്കിയിട്ടുള്ള ലോകത്തിലെ രാജ്യം എന്ന് പറയുന്നത്. ഇനി പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ചത് എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ 55ാമത്തെ രാജ്യമാണ് കേട്ടോ. അപ്പൊ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55ാമത്തെ രാജ്യമാണെന്ന് ഓർക്കുക. ഇനി വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞിരുന്നല്ലേ? APJ അബ്ദുൽ കലാം ആണ്. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗ് ആണ് വിവരാവകാശ നിയമം അത് പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനകത്ത് ഒപ്പുവെച്ച രാഷ്ട്രപതി ചോദിക്കുവാണെങ്കിൽ APJ അബ്ദുൽ കലാം ആണെന്ന് കൂടി ഓർക്കുക. ഇനി വിവരാവകാശ നിയമം ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11 കേട്ടോ. മെയ് 11 വിവരാവകാശ നിയമത്തെ ബില്ല് ലോകസഭ പാസ്സാക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാ? 2005 ജൂൺ 5 എന്ത് ചെയ്യുന്നത്? നമ്മുടെ
വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാ? അത് 2005. ഓർക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒക്ടോബർ 12-നാണ് കേട്ടോ. 2005 ഒക്ടോബർ 12-നാണ് എന്ത് ചെയ്തത്? വിവരാവകാശ നിയമം പാസ്സാക്കപ്പെടുന്നത്, അതായത് നിലവിൽ വരുന്നത് എന്നാ? 2005 ഒക്ടോബർ എന്താണ് 12. അപ്പോ വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11-യും വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയത് 2005 ജൂൺ 15-യും വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-യുമാണെന്ന് ഓർക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദീപക് സന്ധു ആണ് കേട്ടോ. ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി ബില്ലിൽ ഈ ഒരു വിവരാവകാശ നിയമത്തിന് ഒരു ഭേദഗതി വന്നത് 2019-ലാണ് കേട്ടോ. 2019-ലാണ് വിവരാവകാശ നിയമത്തിന് ഒരു ഭേദഗതി ആദ്യമായിട്ട് വരുന്നത് എന്ന് കൂടി ഓർക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിക്കുകയാണ് വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? വജാഹത്ത് ഹബീബുള്ളയാണെന്ന് കൂടി ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഇന്ത്യയിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിൽ എത്ര കമ്മീഷണർമാരൂടെ ഉണ്ടായിരിക്കും? വിവരാവകാശ കമ്മീഷണറെ ചെയർമാനെ കൂടാതെ കമ്മീഷണർമാര് മൊത്തം 10 പേരായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ്, നമ്മുടെ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത്, ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും ഒക്കെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ 1-2 കാര്യങ്ങളൂടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞുതരാം. വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് കേട്ടോ. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്നത് തമിഴ്നാടാണ്. 2005 നിയമം ആദ്യമായി നടപ്പിലാക്കിയത് രാജസ്ഥാനാണ്. നിലവിൽ വന്നത് തമിഴ്നാടാണെങ്കിലും ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് രാജസ്ഥാനാണ്. മാറിപ്പോവരുത്. ഈ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാ? തമിഴ്നാടാ. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്, നിലവിൽ വന്നെങ്കിലും നടപ്പിലാക്കിയത് എവിടെയാ? രാജസ്ഥാനിലാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. തമിഴ്നാട് നിലവിൽ വന്നത് 1997 കാലഘട്ടങ്ങളിലും 2005-ലാണ് പ്രധാനമായിട്ട് ഇതെല്ലാം ഇന്ത്യയിൽ പൊതുവായിട്ട് വരുന്നത്. അന്ന് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ ലോകത്ത് ആദ്യമേ വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാ? ഞാൻ പറഞ്ഞിരുന്നു സ്വീഡൻ ആണ്. ലോകത്ത് വിവരാവകാശ നിയമം നിലവിൽ വന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ 55-ാമത്തെ രാജ്യമാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11-ഉം പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15-യും നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-യുമാണെന്ന് ഓർക്കുക. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു ആണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വനിത ദീപക് സന്ധു ആണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചോദിക്കുകയാണ് വജാഹത്ത് ഹബീബുള്ളയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2012-ലെ ലൈംഗിക അതിക്രമണങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണ നിയമത്തിന്റെ ലഭിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാ നമുക്കറിയാം അല്ലെ? 18 വയസ്സിന് താഴെയായിരിക്കും. എത്രയായിരിക്കും? 18 വയസ്സിന് താഴെയായിരിക്കുമെന്ന് ഓർക്കുക. അപ്പൊ എന്താണ് ലൈംഗിക ചൂഷണത്തിന് ഇടയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 2012-ലാണ് എന്ത് കൊണ്ടുവരുന്നത്? പോക്സോ നിയമം പാസ്സാക്കുന്നത് കേട്ടോ. അപ്പൊ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് 2012-ലാണ് പോക്സോ നിയമം പാസ്സാക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാ? 2012 ജൂൺ 19-നാണ്. 2012 ജൂൺ 19-നാണ് പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് തന്നെയാ? 2012 നവംബർ
14 പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത്. പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2012 നവംബർ 14 പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ എന്താണ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്? ഈ ഒരു പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാ? 2012 ജൂൺ 19 പോക്സോ നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാ? 2012 നവംബർ 14 ഈ കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ചോദിക്കുവാണെങ്കിൽ അത് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്? വനിത ശിശു ക്ഷേമമാണ് കേട്ടോ. വനിതാ ശിശുക്ഷേമത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന കുട്ടികളുടെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരിക. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് കുട്ടികളായിട്ട് കണക്കാക്കുന്ന ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ള ആൺപെൺ വ്യത്യാസം ഇല്ലാത്തവരെല്ലാവരെയും എന്താണ് നിയമത്തിന്റെ കീഴിൽ കുട്ടികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നുകൂടി ഓർക്കുക കേട്ടോ. ആൺപെൺ വ്യത്യാസം ഒന്നും ഇവിടെ സത്യത്തില് ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വലിയ പ്രത്യേകതകളായിട്ട് വരുന്നത്. ഇത് ചെയ്തത് എന്നാണ്? 2019 ഇത് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അപ്പോ ലോകസഭ ഈ ഭേദഗതി ചെയ്ത നിയമം ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 ലോകസഭ പാസാക്കുന്നത്. ഇത് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24 പ്രസിഡന്റ് അംഗീകാരം ഭേദഗതിക്ക് ലഭിക്കുന്നത് 2019 ഓഗസ്റ്റ് 5 കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ 2019 ഓഗസ്റ്റ് 1 എന്ത് ചെയ്യുന്നത്? ലോകസഭ പാസാക്കുന്നത്. രാജ്യസഭ പാസാക്കുന്നത് 2019 ജൂലൈ 24 ഓഗസ്റ്റ് 5 എന്ത് ലഭിച്ചു? ഇത് പ്രസിഡന്റ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്താ നോക്കിയത്? ഈ ഒരു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ആണ് നോക്കിയത്. നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ച 2012 ജൂൺ 19 പ്രാബല്യത്തിൽ വന്ന് 2012 നവംബർ 14 വനിതാ ശിശുക്ഷേമമാണ് കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എന്ന് പറയുന്നത്. ഇത് ഭേദഗതി വന്നത് 2019 കൂടി ഓർക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന്? ഏത് ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ? ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര ഉയർത്തുന്ന ആരംഭിച്ച സ്ഥാപനമാണ് ഏത്? അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ കേരളത്തിലെ വൈറസ് പഠന രംഗത്ത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നതുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ഏത്? അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. നിലവിൽ വന്നത് ഇത് നിലവിൽ വന്നത് 2019 എന്നാ നിലവിൽ വന്നത് 2019. ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ വരുന്നത് കേട്ടോ. ആരാണ്? മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. വൈസ് ചെയർമാൻ ആരാ? ആരോഗ്യ മന്ത്രിയാണ്. ആരോഗ്യ മന്ത്രി ആയിരിക്കും ഇതിന്റെ വൈസ് ചെയർമാൻ എന്നുകൂടി ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ? പിണറായി വിജയന. കാരണം മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. ഇനി ഇങ്ങനെ ചോദിക്കുവാണെങ്കിലോ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാ? വീണ ജോർജ്. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അതിന്റെ വൈസ് ചെയർമാൻ പദവി വഹിക്കുക. അപ്പൊ ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാ? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ വൈറസ് പഠനം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ വന്ന് 2019 ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആയിരിക്കും. ഇനി കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്ത്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്ന് പറയുന്നത്? കേളികൊട്ട് എന്നാണ് കേട്ടോ. കേളികൊട്ട് എന്നാണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര്. അപ്പോ കഥകളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് വൺ കേളികൊട്ടാണ്. അപ്പൊ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്. അത് കഴിഞ്ഞ് പിന്നെന്താണ്? തോടയമാണ് നെക്സ്റ്റ് വൺ. പിന്നെ പുറപ്പാട്. അത് കഴിഞ്ഞ് കഥാഭിനയം. അടുത്തത് അരങ്ങുകേളിയാണ്. അടുത്തത് വന്ദന ശ്ലോകങ്ങൾ. മേളപ്പദം. ധനരാശി.
അങ്ങനെ ഇത്രയും സ്റ്റെപ്പുകളാണ് എന്തിനുള്ളത്, കഥകളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ കഥകളി നടക്കുന്നുണ്ടെന്ന് ദേവവാസികളെ കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയുള്ള ആദ്യ പ്രകടനമാണ് ഇത് കേളികൊട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കേളികൊട്ടിന്റെ പ്രത്യേകത എന്താ, അതായത് കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പാണ് കേളികൊട്ട്. അപ്പൊ കഥകളിലെ ആദ്യ ചടങ്ങ് കൂടിയാണ് എന്ത്, ഈ കേളികൊട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോ കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന പിന്നത്തെ ചടങ്ങാണ് അരങ്ങുകേളി എന്ന് പറയുന്നത്. അപ്പൊ അരങ്ങുകേളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അരങ്ങുകേളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകളി ഇപ്പൊ ഈ കേളികൊട്ട് കഴിയുന്നു, കേളികൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ എന്ത് സംഭവിക്കുന്നു, പിന്നീട് അരങ്ങുകേളി അല്ലെങ്കിൽ അരങ്ങുകേളി ആയിരിക്കും നടക്കുന്നത്. ഇനി ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ വരുന്നതാണ് തോടയം എന്ന് പറയുന്നത്. തിരശീല കൊണ്ട് രംഗം മറയ്ക്കും, അതിനുശേഷമാണ് എന്ത് സംഭവിക്കുക, ഈ തോടയം എന്ന് പറയുന്ന ഈ ഒരു ഇത് രംഗത്ത് വരിക. രണ്ടു മിനുക്ക് വേഷങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ഗായകൻ ചൊല്ലുന്ന ഈശ്വര സ്തുതിക്ക് അനുസൃതമായി നൃത്തം ചെയ്യുന്നതാണ് ഏത്, തോടയം. പിന്നെ വരിക പുറപ്പാടാണ് കേട്ടോ. കഥകളിയുടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. പുറപ്പാട് എന്ന് വെച്ചാൽ എന്താ, കഥകളിയുടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തത്തെയാണ് പുറപ്പാട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നായകന്മാർ അരങ്ങത്തേക്ക് പ്രവേശിക്കുന്നത് എന്തിലൂടെയാണ്, ഈ പുറപ്പാടിലൂടെ ആയിരിക്കും പ്രവേശിക്കുക. ഇനി കഥകളിലെ അവസാന സ്റ്റെപ്പാണ് ഏത്, ധനരാശി എന്ന് പറയുന്നത്. അവസാന സ്റ്റെപ്പ് എന്താ, ധനരാശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കലകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ കലാരൂപം ചോദിക്കുവാണെങ്കിൽ അത് കഥകളിയാണ് കേട്ടോ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് ഏത്, നമ്മുടെ കഥകളി എന്ന് പറയുന്നത് എന്ന് കൂടി ഓർത്തിരിക്കാം. കലകളുടെ രാജാവെന്ന് അറിയപ്പെടുന്നു. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയോ, കൂടിയാട്ടമാണ് കേട്ടോ. അപ്പോ അഭിനയത്തിന്റെ അമ്മ എന്നും കലകളുടെ മുത്തശ്ശി എന്ന് അറിയപ്പെടുന്ന ഏതാ, കൂടിയാട്ടമാണ്. കഥകളി എന്നറിയപ്പെടുന്ന ഏതാ, ഓട്ടംതുള്ളലാണ് കേട്ടോ. പാവങ്ങളുടെ കഥകളി ഓട്ടംതുള്ളലാണ്. കലകളുടെ രാജാവ് കഥകളിയാണ്. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്നത് കൂടിയാട്ടമാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കഥകളി അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിളക്ക് ചോദിക്കുവാണെങ്കിൽ അത് ആട്ടവിളക്ക് അല്ലെങ്കിൽ കഥകളി വിളക്ക്, കളി വിളക്ക് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും കേട്ടോ. കഥകളി അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിളക്ക് ഏതാണ്, അത് ആട്ടവിളക്ക്, കഥകളി വിളക്ക്, അതുപോലെ തന്നെ കളി വിളക്ക് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക കേട്ടോ. ആംഗ്യപ്രധാനമായിട്ടുള്ള സാഹിത്യ രൂപം ഏതെന്ന് ചോദിച്ചാലും കഥകളിയാണ്. ആംഗ്യപ്രധാനമായിട്ടുള്ള ഒരു സാഹിത്യ രൂപം കൂടിയാണ് ഏത്, കഥകളി എന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ചവറ പാറുക്കുട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണ്, അത് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതായത് കഥകളിലെ പുരുഷ മേധാവിത്വമാണ് ഏറ്റവും കൂടുതൽ, പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കഥകളി ചെയ്യുന്നത്. ആ ഒരു വേദിയിൽ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു വനിതാ സാന്നിധ്യമാണ് ഈ ചവറ പാറുക്കുട്ടി എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ കഥകളിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ നോക്കി, കഥകളിയിലെ ചടങ്ങാണ് കേളികൊട്ട്, തോടയം, പുറപ്പാട്, കഥാഭിനയം, അരങ്ങുകേളി, വന്ദന ശ്ലോകങ്ങൾ, എന്നുള്ള മേളപ്പദം, ധനരാശി എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് കേളികൊട്ട് എന്തായിരുന്നു, കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാനുള്ള ആദ്യ പ്രകടനമാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. കഥകളിയിലെ ആദ്യ ചടങ്ങും കേളികൊട്ടാണ്. തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങാണ് ഏത്, തോടയം എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തായിരുന്നു, പുറപ്പാടെന്ന് പറഞ്ഞ കഥകളുടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. നായകനും നായികയും ഒക്കെ രംഗത്തേക്ക് പ്രവേശിക്കുന്ന പുറപ്പാടിലൂടെയാണ്. കഥകളി അവതരണത്തിന്റെ അവസാന ചടങ്ങ് ഏതാണ്, അത് എന്താണ്, ധനാശി പാടുക എന്ന ഈശ്വര സ്തുതി രൂപത്തിലുള്ള നൃത്തമാണ് ധനാശി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ധനാശി. ഇനി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കൂടിയാട്ടമാണ്. പാവങ്ങളുടെ കഥകളി ഓട്ടംതുള്ളലാണ്. ഇത്രയുമാണ് കഥകളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ്, ചവറ പാറുക്കുട്ടി ഈ കഥകളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ത്രീ സാന്നിധ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ആരാ നമുക്കറിയാം അല്ലെ, PT ഉഷയാണ്. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. PT ഉഷയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, 2012 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളിയാണ് PT ഉഷ അല്ലെ. നമ്മുടെ ഒളിമ്പിക്സിലെ വളരെ പ്രധാനമായിട്ടുള്ള വ്യക്തിയാണ് PT ഉഷ. 2022 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രഥമ മലയാളി വനിതയും 7ാമത്തെ മലയാളിയും. പ്രഥമ മലയാളി വനിതയാണ്, അതുപോലെ 7ാമത്തെ വനിതയുമാണ് ആര്, PT ഉഷ. PT ഉഷയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള പരിശീലകന്റെ പേരെന്താ,
OM നമ്പ്യാർ. OM നമ്പ്യാറാണ് PT ഉഷയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള പരിശീലകൻ എന്ന് പറയുന്നത്. 2019 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ വൈറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ താരം, ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ആദ്യത്തെ താരം എന്ന ഖ്യാതിയും നമ്മുടെ PT ഉഷയ്ക്ക് സ്വന്തമാണ്. പയ്യോളി എക്സ്പ്രസ് എന്നും ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നും ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ പറയപ്പെടുന്നു PT ഉഷ അറിയപ്പെടുന്നു കേട്ടോ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നു. ഈ PT ഉഷയുടെ ആത്മകഥയുടെ പേരെന്താ? ഗോൾഡൻ ഗേൾ. ഗോൾഡൻ ഗേൾ എന്നതാണ് PT ഉഷയുടെ ആത്മകഥയുടെ പേര് കേട്ടോ. PT ഉഷയും വിശേഷണങ്ങൾ എന്തൊക്കെയാ? പയ്യോളി എക്സ്പ്രസ്, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി, ആത്മകഥ ഗോൾഡൻ ഗേൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരുടെ ആത്മകഥയാ? PT ഉഷയുടെ ആത്മകഥയാണ്. PT ഉഷയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള പരിശീലകന്റെ പേരെന്താ? OM നമ്പ്യാരാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കിനലൂരാണ് കേട്ടോ. കിനലൂരില് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെ ഈ ഒരു കിനലൂര്? ഇത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. PT ഉഷ കോച്ചിങ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. പ്രധാന പുരസ്കാരമായിട്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. 1985 PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ചതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് PT ഉഷയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് PT ഉഷയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ട്രാക്കുകളുടെയും അതുപോലെ തന്നെ മൈതാനങ്ങളുടെ റാണി, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു. ഗോൾഡൻ ഗേൾ എന്ന് തന്നെയാണ് PT ഉഷയുടെ ആത്മകഥയുടെ പേര്. PT ഉഷയുടെ പ്രശസ്തനായിട്ടുള്ള കായിക പരിശീലകനാണ് OM നമ്പ്യാർ. 2022 PT ഉഷയെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയാണ് PT ഉഷ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനലൂരാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ. PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രധാന പുരസ്കാരമായി ലഭിച്ചിട്ടുള്ളത് പത്മശ്രീയാണ്. 1985 PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെ നേതൃത്വത്തിലാണ്? ഏതാണ്? ആത്മാനന്ദ സ്വാമിയാണ് കേട്ടോ. അപ്പൊ അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ച ആരുടെ നേതൃത്വത്തിലാണ്? എന്താണ്? ആത്മാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ആത്മാനന്ദ സ്വാമിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആത്മാനന്ദ സ്വാമിയാണ് കേരള വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക. അദ്ദേഹം ജനിക്കുന്നത് 1896 ഓഗസ്റ്റ് 27 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചവറയാണ് കേട്ടോ. ചവറയിലാണ് ജനിക്കുന്നത്. ചവറ എവിടെയാ? കൊല്ലം ജില്ലയിലാ. കൊല്ലം ജില്ല. യഥാർത്ഥ നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് കേട്ടോ. യഥാർത്ഥ നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. ആത്മാനന്ദന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ സാമൂഹ്യ പരിഷ്കർത്താക്കള് ചട്ടമ്പി സ്വാമികളും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള നീലകണ്ഠ തീർത്ഥ പദരുമാണ് കേട്ടോ. ആത്മാനന്ദ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയാ? ചട്ടമ്പി സ്വാമികളും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള നീലകണ്ഠ തീർത്ഥപദരുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വളരെ വലിയ വ്യക്തികൾ. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ആദ്യമായി അച്ചടിച്ചു വന്ന മാസികയാണ് പ്രബുദ്ധ കേരളം. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന മാസിക ഏതാണ്? അത് പ്രബുദ്ധ കേരളമാണെന്ന് ഓർക്കുക കേട്ടോ. ആത്മാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക അമൃതവാണി, പ്രബുദ്ധ കേരളമാണ്. ആത്മാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക ഏതാ? അമൃതവാണിയും പ്രബുദ്ധ കേരളവുമാണ്. ആത്മാനന്ദ സ്വാമി അന്തരിക്കുന്നത് 1961 കേട്ടോ. എന്നാ അന്തരിക്കുന്നത്? 1961. ആധുനിക കാലടിയുടെ സ്ഥാപകൻ എന്നും അറിയപ്പെടുന്നു. കേരള വിവേകാനന്ദൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നുണ്ട്. ആധുനിക കാലടിയുടെ സ്ഥാപകൻ എന്നും ആരറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ആത്മാനന്ദ സ്വാമി അറിയപ്പെടുന്നുണ്ടെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ എന്താണ്? ഈ ഒരു ആത്മാനന്ദ സ്വാമി ജനിച്ചത് 1896 ഓഗസ്റ്റ് 27 ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറയാണ്. യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നതാണ്. അതുപോലെ തന്നെ അത് പ്രബുദ്ധ കേരളം, ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ആദ്യമായി അച്ചടിച്ചു വന്ന മാസികയാണ് ഇത് പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്.
ആത്മാനന്ദ സ്വാമി അന്തരിച്ച വർഷം 1961 ഓർക്കുക. ആധുനിക കാലടിയുടെ സ്ഥാപകനെന്നും കേരള വിവേകാനന്ദനും ഒക്കെ ആരറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ആത്മാനന്ദ സ്വാമി അറിയപ്പെടുന്നുണ്ടെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള സ്പോർട്സ് കൗൺസിൽ രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയിട്ടുള്ളത്? അടുത്ത ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയിരിക്കുന്നത്? നമുക്കറിയാം അല്ലെ, ഗോദവർമ്മ രാജയാണ്. ആരാണ്? ഗോദവർമ്മ രാജയാണ്. അപ്പൊ ഗോദവർമ്മ രാജയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയണം? കായിക കേരളത്തിന്റെ പിതാവാണ്, കേരളം ടൂറിസത്തിന്റെ പിതാവും. അപ്പൊ കായിക കേരളത്തിന്റെ പിതാവാണ്, അതുപോലെ കേരള ടൂറിസത്തിന്റെ പിതാവുമാണ് ആര്? നമ്മുടെ കേണൽ ഗോദവർമ്മ രാജ. GV രാജയുടെ ദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഒക്ടോബർ 13 എന്ത്? കായിക ദിനം അല്ലെ. കായിക ദിനം എന്താണ്? ഒക്ടോബർ 13. അപ്പൊ ഒക്ടോബർ 13 പ്രത്യേകത എന്താണ് പ്രത്യേകത? GV രാജയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാ? GV രാജ സ്പോർട്സ് സ്കൂൾ ആണ് അല്ലെ. GV രാജ സ്പോർട്സ് സ്കൂൾ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എന്ന് കൂടി ഓർക്കുക. അപ്പൊ കേരള സ്പോർട്സ് കൗൺസിൽ 1959 പ്രഥമ പ്രസിഡന്റും GV രാജയാണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാ? GV രാജയാണ്. അപ്പൊ കായിക കേരളത്തിന്റെ പിതാവ്, കേരള ടൂറിസത്തിന്റെ പിതാവ്, അതുപോലെ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള് ഏതാണ്? GV രാജ സ്പോർട്സ് സ്കൂൾ ആണ്. ഈ GV രാജ സ്പോർട്സ് സ്കൂളിന്റെ പ്രഥമ പ്രസിഡന്റുമാര് തന്നെയാണ് GV രാജ തന്നെയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ തലവനും ആര് തന്നെയായിരുന്നു? GV രാജ തന്നെയായിരുന്നു കേട്ടോ. 1937 തിരുവിതാംകൂറിൽ സർവകലാശാല സ്ഥാപിതമായപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ തലവൻ GV രാജയായിരുന്നു. തിരുവനന്തപുരത്ത് ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ചതും GV രാജയാണ്. തിരുവനന്തപുരത്ത് ടെന്നീസ് ക്ലബ്ബ് രൂപീകരിച്ചതും ആര് തന്നെയാണ്? GV രാജ തന്നെയാണെന്ന് ഓർക്കുക. GV രാജയോടുള്ള സ്മരണാർത്ഥം കേരള സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. അപ്പൊ GV രാജയോടുള്ള സ്മരണാർത്ഥം കേരള സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാ? GV രാജ പുരസ്കാരമാണ് കേട്ടോ. കേണൽ GV രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിച്ചത് 1950 അപ്പൊ ഇദ്ദേഹത്തിനുള്ള ഒരു സ്മരണാർത്ഥം എന്താണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിച്ചത് ഏത് വർഷം? 1950 കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ കായിക കേരളത്തിന്റെ പിതാവ്, കേരള ടൂറിസത്തിന്റെ പിതാവ്, കായിക ദിനമായിട്ട് ആചരിക്കുന്ന ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനമാണ്. കേരളത്തിൽ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ സ്ഥാപിച്ചത് GV രാജയാണ്. ഈ സ്പോർട്സ് സ്കൂൾ ഏതായിരുന്നു? GV രാജ സ്പോർട്സ് സ്കൂൾ ആയിരുന്നു. അതിന്റെ പ്രഥമ പ്രസിഡന്റും GV രാജയായിരുന്നു. 1937 തിരുവിതാംകൂറിൽ സർവകലാശാല സ്ഥാപിതമായപ്പോൾ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേറ്ററും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ തലവൻ GV രാജയായിരുന്നു. തിരുവനന്തപുരത്ത് ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ചതും അതുപോലെ തന്നെ GV രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 1950 രൂപീകൃതമായി. GV രാജയുടെ സ്മരണാർത്ഥം കേരള സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഏത്? GV രാജ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായിട്ടുള്ള പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? സൗരോർജം, അതുപോലെ തന്നെ ജൈവവാതകവും സൗരോർജവും, പിന്നെന്താണ് ഏതുകൊണ്ട് വരും? കാറ്റിനുള്ള ഊർജ്ജം. ഇതൊക്കെ ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പൊ 2 തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഒന്ന് കൽക്കരി, മറ്റൊന്ന് പെട്രോളിയം, മറ്റൊന്നോ പ്രകൃതിവാതകം. അപ്പൊ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ഒന്ന് കൽക്കരി, മറ്റൊന്ന് പെട്രോളിയം, മറ്റൊന്നെന്താ? പ്രകൃതി വാതകം, മറ്റൊന്ന് ന്യൂക്ലിയർ ഊർജം. ഇതൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതൊക്കെ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം എന്നൊക്കെ പറഞ്ഞു. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകും.
അതായത് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന, കൽക്കരിക്ക് ഒരു പരിധി കഴിഞ്ഞ് തീർന്നു പോകും, പെട്രോളിയം അതുപോലെ തന്നെയാണ്, പ്രകൃതി വാതകം അതുപോലെ തന്നെയാണ്, ന്യൂക്ലിയർ ഊർജ്ജമൊക്കെ എന്താണ്, ഇതൊക്കെ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതാണ് ഏത്, ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവയാ, അല്ലെ? അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ, അപ്പൊ കുറച്ച് കൽക്കരി എടുത്തു, അത് അങ്ങ് ഉപയോഗിച്ചു, അതങ്ങ് തീർന്നു പോയി, പിന്നെ അത് ആ ഉപയോഗിച്ച കൽക്കരി പുനർനിർമ്മിക്കാൻ സാധിക്കോ? ഇല്ല. പക്ഷെ ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്താ, ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തതാ, അല്ലെ? നമുക്ക് സൗരോർജ്ജം, അതായത് സൂര്യൻ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുന്ന തീർന്നു പോകുന്നുണ്ടോ? ഒരിക്കലും തീർന്നു പോകുന്നില്ല. അൺലിമിറ്റഡ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലിനുള്ള ഊർജ്ജം, ബയോഗ്യാസ് ഒക്കെ എന്താണ്, ഇതൊരിക്കലും നശിച്ചു പോകുന്നില്ല, തീർന്നു പോകുന്നില്ല. അപ്പൊ നശിക്കപ്പെടാത്ത തരത്തിലുള്ള ഊർജ്ജമാണ് ഏത്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്താ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നവ. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്, ഏതര എന്ന് പറയുമ്പോൾ എന്താ, തീർന്നു പോകാത്തത്, അല്ലെ? ഊർജ്ജം, കാറ്റിനുള്ള ഊർജ്ജം, തിരമാലിനുള്ള ഊർജ്ജം, ഇവയൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരം ഏത്? കാർബണിന്റെ എന്താണ്, താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിക്കേ. ഏതാണ്? ഗ്രാഫൈറ്റ്. ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന്റെ ഏറ്റവും മൃദുലമായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ് ആയിട്ട് വരിക. താപഗതികമായി കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരം ഏത് തന്നെയാണ്? ഗ്രാഫൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം ചോദിക്കുവാണെങ്കിൽ എത്രയാണ്? 340 PM ആയിട്ട് വരും. 340 PM. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം, അല്ലെ? കാർബണിന്റെ ഏറ്റവും മൃദുമായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപാന്തരം ഇത് പാളികളായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കാർബണിന്റെ കാണപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഇത് പാളികളായിട്ടായിരിക്കും കാണപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരം, വൈദ്യുതി കടത്തിവിടാൻ സാധിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണിത്. അതുപോലെ ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടമാക്കുന്ന കാർബണിന്റെ രൂപാന്തരം, ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടമാക്കുന്ന കാർബണിന്റെ രൂപാന്തരം കൂടിയാണ് കേട്ടോ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ചോദിക്കുവാണെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് തന്നെയാണ്? ഗ്രാഫൈറ്റ് ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. താപഗതികമായി കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ളതും എന്താണ്? ഈ ഗ്രാഫൈറ്റിന് തന്നെയാണെന്ന് ഓർക്കുക. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണിത്. അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരമാണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം കൂടിയാണ് കേട്ടോ ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് തന്നെയാണ്? ഗ്രാഫൈറ്റ് തന്നെയാണെന്ന് ഓർക്കുക. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടമാക്കുന്ന കാർബണിന്റെ രൂപാന്തരവും ഗ്രാഫൈറ്റ് ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് തന്നെയാണ്? ഗ്രാഫൈറ്റ് ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിച്ച സ്ഥാപനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ലളിതകലാ അക്കാദമി ആണ്, അല്ലെ? ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലയുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് ഏത്? ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. ഈ ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1954 കേട്ടോ. എന്നാണ്? 1954 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ലളിതകലാ അക്കാദമി സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം എവിടെയാണ് പറഞ്ഞിരുന്നത്? അല്ലെ? ന്യൂഡൽഹിയിലാണ് കേട്ടോ. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലാണ്
കേന്ദ്ര ലളിതകലാ അക്കാദമി പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോ കേന്ദ്ര ലളിതകലാ അക്കാദമി എന്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സാഹിത്യ ലളിതകലാ അക്കാദമി പ്രവർത്തിക്കുന്നത് എന്താ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് കൂടി ഓർക്കുക. 1954 ഓഗസ്റ്റ് 5 സ്ഥാപിതമായി. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമി അതിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏവ? അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ ഒരു ഏതാണ് താഴെ പറഞ്ഞ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് സാഹിത്യ ലോകം വരും, സാഹിത്യ ലോകം, അതുപോലെ തന്നെ എന്താണ് സാഹിത്യ ചക്രവാളം, ദെൻ മലയാളം ലിറ്ററസി സർവേ. 1, 3, 4 ആണ് കേട്ടോ. 1, 3, 4 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഏതൊക്കെയാ? ഒന്ന് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാള സാഹിത്യ സർവേ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് മുഖപത്രങ്ങൾ പരിചയപ്പെടാം നമുക്ക്. കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രമാണ് ചിത്രവാർത്ത. ഏതാണ്? ചിത്രവാർത്തയുടെ പ്രത്യേകത എന്താ? കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രമാണ്. ഇനി അടുത്ത് അക്ഷര കൈരളിയാണ് കേട്ടോ. അക്ഷര കൈരളി. അക്ഷര കൈരളിയുടെ പ്രത്യേകത എന്താ? കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രമാണ് ഏത്? അക്ഷര കൈരളി. മറ്റൊന്ന് സാഹിത്യ ലോകമാണ്. സാഹിത്യ ലോകം. സാഹിത്യ ലോകത്തിന് പ്രത്യേകത എന്താ? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. മറ്റൊന്ന് അപ്പോ എന്താണ്? ചിത്രവാർത്ത ഏതിന്റെയാണ്? ചിത്രവാർത്ത കേരള ലളിതകലാ അക്കാദമിയുടെയാണ്. അക്ഷര കൈരളി കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രമാണ്. സാഹിത്യ ലോകം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ്. ഇനി അടുത്തത് വരുന്നത് ഏതാ? ശാസ്ത്ര കേരളം. ശാസ്ത്ര കേരളം. ശാസ്ത്ര കേരളത്തിന്റെ പ്രത്യേകത എന്താ? ശാസ്ത്ര കേരളത്തിൽ പ്രത്യേക കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുഖപത്രം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുഖപത്രമാണ് ഏത്? ശാസ്ത്ര കേരളം എന്ന് പറയുന്നത്. മറ്റൊന്ന് കേളിയാണ്. കേളി ഏതിന്റെ മുഖപത്ര? കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണ് ഏത്? കേരള എന്താണ് കേളി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് എഴുത്തോലയാണ്. എഴുത്തോല. എഴുത്തോലയുടെ പ്രത്യേകത എന്താ? മലയാള സർവകലാശാലയുടെ മുഖപത്രമാണ് എഴുത്തോല. മലയാള സർവകലാശാലയുടെ മുഖപത്രത്തിന്റെ പേരെന്താ? എഴുത്തോല എന്നാണ് കേട്ടോ. ഇനി സംസ്കാര കേരളം. മറ്റൊന്ന് സംസ്കാര കേരളമാണ്. സംസ്കാര കേരളം ഏതിന്റെയാ? സംസ്കാര കേരളം കേരള സാംസ്കാരിക വകുപ്പിന്റെ മുഖപത്രമാണ് എന്ത്? നമ്മുടെ സംസ്കാര കേരളം എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്ര കേരളം ഏതാ? ശാസ്ത്ര കേരളം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുഖപത്രമാണ്. കേളി കേരള സാഹിത്യ നാടക അക്കാദമിയുടെ മുഖപത്രമാണ്. എഴുത്തോല മലയാള സർവകലാശാലയുടെ മുഖപത്രമാണ്. സംസ്കാര കേരളം കേരള സാംസ്കാരിക വകുപ്പിന്റെ മുഖപത്രമാണ്. അടുത്തതോ തളിരാണ്. തളിര്. തളിര് എന്തിന്റെ മുഖപത്ര? തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമാണ് കേട്ടോ. തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമാണ്. മറ്റൊന്ന് ഭാഷാ സാഹിത്യ. ഭാഷാ അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മുഖപത്രങ്ങൾ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് റിവിഷനിൽ നോക്കിയത്. വരും ദിവസങ്ങളിലൊക്കെ റിവിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ടാണ് PSC Ground യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും സ്റ്റഡി മെറ്റീരിയൽസോ 25 മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.